നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ LGBTQ+ വിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻസും തമ്മിലുള്ള വാഗ്വാദങ്ങളും എതിരുകളുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പരക്കെ അങ്ങനെയുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള 3 വാർത്തകളാണ് ഇന്ന് ഈ ന്യൂസിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കയിലെ സിയാറ്റിലിൽ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയ ഒരു റാലി ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ സപ്പോർട്ടേഴ്സിൻ്റെ ഗ്രൂപ്പുമായിട്ട് തമ്മിൽ ക്ലാഷ് ആകുവാൻ, ഏറ്റുമുട്ടുവാൻ ഇടയായി തീർന്നു. ഒരു ക്രിസ്ത്യൻ പ്രെയർ റാലി, മെയ്ഡേ USA എന്ന പേരിൽ എല്ലാ വർഷവും നടത്തുന്ന ഒരു റാലിയാണ്. സിയാറ്റിലിൽ ആ റാലി നടക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ റാലി നടത്തിയ ആ ഒരു ചർച്ച് ഗ്രൂപ്പ് അവർ ഈ ട്രാൻസ്ജെൻഡർ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. ഈ പ്രാവശ്യത്തെ റാലിയുടെ തീം തന്നെ ഡു നോട്ട് മെസ് വിത്ത് അവർ കിഡ്സ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് മെസ് ചെയ്യരുത് അല്ലെങ്കിൽ കയറി പ്രശ്നമുണ്ടാക്കരുത് എന്ന ഒരു തീമിലാണ് ഇവർ ഈ റാലി നടത്തിയത്. അതായത് ഈ ട്രാൻസ്ജെൻഡർ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സിൻ്റെ ഒരു പ്രശ്നം, അവർ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നു എന്ന ഒരു ആരോപണമുണ്ട്. അതായത് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കുഞ്ഞുങ്ങളിലേക്ക് പകർത്തുന്നു എന്ന ഒരു വലിയ ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡു നോട്ട് മെസ് വിത്ത് അവർ കിഡ്സ് എന്നുള്ള ആ ഒരു സ്ലോഗൻ ഈ പറഞ്ഞ LGBTQ ഗ്രൂപ്പിനെയൊക്കെ ചൊടിപ്പിക്കുന്നു. അവർ ഈ ഒരു റാലിയെ എതിർക്കുന്നു. വലിയ പ്രശ്നമായി. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും പിന്നെ കൈ കിട്ടിയ സാധനമൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയുകയും പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തു. പോലീസ് ഇടപെട്ടു. 23 പേരെ അറസ്റ്റ് ചെയ്തു. എന്തായാലും അവിടുത്തെ പോലീസ് അധികാരികളും ഗവൺമെൻറ് ഒഫീഷ്യൽസും ഒക്കെ പറയുന്നത് ക്രിസ്ത്യൻസാണ് പ്രശ്നക്കാർ. അവർ ഇങ്ങനെയുള്ള റാലികൾ സംഘടിപ്പിച്ച് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ളവരെ ഇങ്ങനെ പ്രൊവോക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ പേരിലാണ് കുറ്റം ആരോപിച്ചിരിക്കുന്നത്. പലക്കെ നമ്മളൊക്കെ കേൾക്കുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് പോലെയുള്ള ഈ പറഞ്ഞ ഗ്രൂപ്പ് ആളുകൾ, ഈ മഴവിൽ പതാക പിടിക്കുന്ന ആളുകൾ, അവരെ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണെന്ന ഒരു നരേഷൻ അങ്ങനെയാണ് പൊതുവിൽ നമ്മൾ കേൾക്കുന്നത്. അതായത് എല്ലാവരും അവരെ എതിർക്കുന്നു. എന്നാൽ ഇതാണോ ഇതിൻ്റെ സത്യം? 2 വാർത്തയോട് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ ഒരു നരേഷൻ ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. മറ്റൊരു വാർത്ത, അമേരിക്കയിൽ തന്നെ ഒരു വലിയ ഒരു കോർപ്പറേറ്റ് ഒരു കമ്പനിയിൽ നിന്നാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, സ്പെൻസർ വിൽമർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജനറിക്ക പവർ സിസ്റ്റംസ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ആ വലിയ സ്ഥാപനം, ആയിരക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം. ഏതാണ്ട് 5 വർഷത്തോളം ഈ മനുഷ്യൻ അവിടെ ജോലി ചെയ്തിരുന്നു. എന്നാൽ ആ മനുഷ്യനെ ആ ഒരു ഫേമിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ടെർമിനേറ്റ് ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ ആണെന്ന് അവകാശപ്പെടുന്ന ഏതോ ഒരു വ്യക്തി, ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ, നമുക്കറിയാമല്ലോ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി അവകാശപ്പെടുന്നു ഞാനൊരു ട്രാൻസ് പുരുഷനാണ്, പിന്നെ ഷീ എന്ന് വിളിക്കാൻ പറ്റുകയില്ല, ഹി എന്ന് വിളിക്കണം. അതായത് അവരേത് പ്രൊണൗൺ ആണോ അവർ സ്വീകരിച്ചിരിക്കുന്നത് അത് വിളിക്കണം. അതുപോലെ തന്നെ പേര്, ഇപ്പോൾ ആ വ്യക്തിക്ക് ഒഫീഷ്യലി ഒരു പേരുണ്ടാകും, എന്നാൽ ഇതുപോലെ ട്രാൻസ് മെയിലോ ട്രാൻസ് ഫീമെയിലോ ആയി ആ വ്യക്തി തന്നെ ഒരു ജെൻഡർ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ വ്യക്തിയുടെ പേര് സ്ത്രീ ആയിട്ടാണ് ആദ്യം അറിയപ്പെട്ടതെങ്കിൽ ഒരു പുരുഷ പേരാ സ്വീകരിക്കുന്നെങ്കിൽ ആ പേര് വിളിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, രാധാകൃഷ്ണനായി ജീവിച്ച ഒരു മനുഷ്യൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ രാധാകൃഷ്ണനല്ല, ഞാനൊരു ട്രാൻസ് ഫീമെയിലാണ്, ഞാൻ രാധയാണ്, പിന്നെ രാധയെന്നാണ് വിളിക്കേണ്ടത്. അവനെന്ന് വിളിക്കാൻ പാടില്ല, അവളെന്നേ വിളിക്കാൻ പാടുള്ളൂ. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞു ഞാനത് സ്വീകരിക്കത്തില്ല, ഞാൻ ഈ പറഞ്ഞ ട്രാൻസ് വ്യക്തിയെ അവർ അക്സെപ്റ്റ് ചെയ്ത പ്രൊണൗണിലല്ല, ആദ്യം മുതലേ ഏത് പ്രൊണൗണിൽ അറിയപ്പെടുന്നു, ഏത് പേരാണ് ഒറിജിനലി ഉള്ളത് അത് മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ എന്ന് ഇയാൾ അവകാശപ്പെടുന്നു. ഇയാൾ പറയുന്നു തൻ്റെ വിശ്വാസമനുസരിച്ച് അതാണ് ശരി. എന്താണെങ്കിലും തൻ്റെ സ്ഥാപനത്തിൽ അത് വലിയ വിഷയങ്ങളായി. തനിക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസൊക്കെ
ആ ഒരു കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ ആ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഇപ്പോൾ ആ മനുഷ്യൻ, അതായത് സ്പെൻസർ വിൽവാർഡ് എന്ന് പറയുന്ന മനുഷ്യൻ, ചില വർഷങ്ങളായിട്ട് ഇതിന് എതിരായിട്ട് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റാണ്, അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ, ഒരു ട്രാൻസ്ജെൻഡറായ വ്യക്തിക്ക് ജോലി ചെയ്യാൻ അവകാശമുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിനും അവകാശമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞ് താൻ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനോട് സമാനമാകുന്ന മറ്റൊരു വാർത്ത, അതും അമേരിക്കയിൽ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഈ പവർ സപ്ലൈ നടത്തുന്ന ഒരു വൻപൻ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഈ വാർത്തയും വരുന്നത്. അതായത് ഒരു അമേരിക്കൻ ഐറിഷ് മൾട്ടിനാഷണൽ പവർ മാനേജ്മെൻറ്റ് കമ്പനി ഒരു ചടങ്ങ് വെച്ചു LGBTQ+ പ്രൈഡ് മന്തായിട്ട് ഒരു മാസം ആഘോഷിക്കുവാൻ. അപ്പം ഈ കമ്പനിയിൽ ഒരു കോസ്ബി കണ്ണിങ്ഹാം എന്ന് പറയുന്ന ഒരു വളരെ സമർപ്പിതനാകുന്ന ഒരു ക്രിസ്ത്യൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യൻ ഈ പ്രൈഡ് മന്തിൽ പ്രത്യേകിച്ച് കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം, ആ മാസം കമ്പനിയിലെ സ്റ്റാഫ് എല്ലാവരും ഉത്സാഹിക്കണം. ഈ ട്രാൻസ് ഫ്ലാഗ് ഉണ്ടല്ലോ, LGBTQ ഫ്ലാഗിൻ്റെ കളറൊക്കെയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതരം ഉടുപ്പുകൾ, അതിൻ്റെ സ്ലോഗൻസ് ഉള്ള ഉടുപ്പുകൾ, ടീഷർട്ടുകളൊക്കെ സ്റ്റാഫ് ഇട്ടുകൊണ്ട് വരണമെന്ന് ഈ വൻപൻ മൾട്ടിനാഷണൽ കമ്പനി ഈറ്റൺ കോർപ്പറേഷൻ അവരുടെ സ്റ്റാഫിനെ അങ്ങനെ അഡ്വൈസ് ചെയ്തു. പക്ഷേ ഈ മനുഷ്യൻ അതിനെ റിജക്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് പറ്റുകയില്ല, എൻ്റെ വിശ്വാസത്തിനെതിരെയാണ്, ഞാൻ ഈ പറഞ്ഞ LGBTQ+ മഴവിൽ ആ സംസ്കാരത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുകയില്ല എന്ന് അദ്ദേഹം എതിർക്കുക മാത്രമല്ല, അദ്ദേഹം ആ ദിവസങ്ങളിൽ, ആ മാസങ്ങളിൽ തൻ്റേതാകുന്ന ചില കസ്റ്റമൈസ്ഡ് ടീഷർട്ട് ഉപയോഗിച്ചു. അതായത് ബൈബിൾ വാക്യങ്ങൾ എഴുതിയ ടീഷർട്ടുകൾ, പ്രത്യേകിച്ചും ചില വാക്യങ്ങൾ ഇത് അറിയാമല്ലോ, ഒരു പ്രൈഡ് മന്തായിട്ടാണ് ആഘോഷിക്കുന്നത്. LGBTQ+ ഒരു പ്രത്യേക പദമാണ് പ്രൈഡ്. അതായത് അവരുടെ ആ ഒരു ഐഡിയോളജിയിൽ അവരഭിമാനിക്കുന്നു എന്നുള്ള ഒരു ചിന്ത വരുത്തുവാൻ വേണ്ടി പ്രൈഡ് മന്ത്, പ്രൈഡ് റാലി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യനെ ഉണ്ടാക്കിയ ടീഷർട്ടുകളിൽ എഴുതിയ വാക്യങ്ങൾ സദൃശവാക്യത്തിൽ നിന്നൊക്കെയുള്ള ചില വാക്യങ്ങളായിരുന്നു. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ, പ്രൊവേഴ്സ് 16:18. അതായത് വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നത ഭാവം എന്നൊക്കെ പറയുന്ന ആ വചനമൊക്കെയാണ് അദ്ദേഹം ടീഷർട്ടിൽ എഴുതിയത്. പ്രൈഡ് റാലി അല്ലെങ്കിൽ പ്രൈഡ് മന്തിലെ മഴവിൽ ടീഷർട്ടുകൾ ഇടുവാൻ ഉത്സാഹിപ്പിച്ച മാസമല്ലേ ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ടീഷർട്ടിൽ വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം എന്നൊക്കെയുള്ള വചനം. അതുപോലെ തന്നെ അദ്ദേഹം ജെനസിസ് 9:13 അധികരിച്ച് മഴവിൽ ആ ഒരു നോഹയുടെ പ്രളയാനന്തരം ദൈവം കൊടുക്കുന്നൊരു അടയാളമാണല്ലോ. ടേക്കിംഗ് ബാക്ക് ദ റെയിൻബോ എന്ന ഒരു സ്ലോഗൻ എഴുതി ജെനസിസ് 9:13 എന്നെഴുതി മറ്റൊരു ടീഷർട്ട് അദ്ദേഹം ഉപയോഗിച്ചു. അങ്ങനെ കുറേ സ്ലോഗൻസ്, കുറേ വേദപുസ്തക വാക്യങ്ങൾ. യാക്കോബിൻ്റെ ലേഖനം 4:6 ഗോഡ് ഒപ്പോസസ് ദ പ്രൗഡ് ബട്ട് ഗീവ് ഗ്രേസ് ടു ദ ഹംബിൾ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവനെ അവൻ കടാക്ഷിക്കുന്നു എന്നുള്ള വാക്യം. ഈ വാക്യങ്ങളൊക്കെ എഴുതിയ ടീഷർട്ടുകൾ മാറി മാറിയിട്ടു. മാനേജ്മെൻറ്റ് അതിനെതിരായി തീർന്നു. കമ്പനി മാനേജ്മെൻറ്റ് ഈ ടീഷർട്ടുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നതിൽ, കാരണം പ്രൈഡ് മന്തിൽ അവർ പറഞ്ഞതുപോലെ ഈ LGBTQ ടീഷർട്ട് ഉപയോഗിക്കാതെ അദ്ദേഹം ബൈബിൾ വാക്യങ്ങൾ എഴുതിയ ടീഷർട്ട് ഉപയോഗിച്ചതുകൊണ്ട് അദ്ദേഹത്തെ കമ്പനിയിൽ കയറാൻ അനുവദിക്കാതെ തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ടു. 2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. ഫൈനലി 2023 ആഗസ്റ്റ് മാസത്തിൽ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അത് ഇപ്പോൾ ഒരു കേസ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 സംഭവങ്ങളിൽ ക്രിസ്ത്യൻസും ഈ പറഞ്ഞ ട്രാൻസ് ഗ്രൂപ്പുകളും തമ്മിലുള്ള എതിരാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം വന്ന ശേഷം ഇങ്ങനെയുള്ള ട്രാൻസ് ഗ്രൂപ്പുകൾക്ക് ഒരു പ്രത്യേക ഫേവർ കൊടുക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളെയും നിയമങ്ങളെയും ഒക്കെ മാറ്റുവാൻ ട്രംപ് ഭരണകൂടം ശക്തമായി ശ്രമിക്കുമ്പോൾ തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ അവിടുത്തെ വലിയ കമ്പനികൾ എടുത്തിട്ടുള്ളതെന്നുള്ളത്
വളരെ രസകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ അടുത്ത സമയത്ത് അമേരിക്കയിലെ വലിയ റീറ്റെയിൽ ശൃംഖലകളാണ് വാൾമാർട്ടും ടാർഗറ്റുമൊക്കെ. വാൾമാർട്ടിനെയും ടാർഗറ്റിനെയും ഒക്കെ പിന്നെ ബോയ്ക്കോട്ട് ചെയ്യുവാൻ ഈ പറഞ്ഞ ഈ ട്രാൻസ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DEI എന്ന് പറയും, അതായത് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അമേരിക്കയിലെ ആ ഒരു സംസ്കാരത്തിൽ DE, അതായത് ഡൈവേഴ്സിറ്റി, വ്യത്യസ്തതയുള്ളവർ, സമത്വത്തോടുകൂടെ, അതുപോലെ തന്നെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുക എന്ന ഒരു സമീപനത്തിന് എതിരായിട്ട് ട്രംപ് ഭരണകൂടം നീങ്ങുന്നു. എന്നാൽ വാൾമാർട്ടും ഈ പറഞ്ഞ ടാർഗറ്റ് ഗ്രൂപ്പുമൊക്കെ ട്രംപിനോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ DEI അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ അവരെ ബോയ്ക്കോട്ട് ചെയ്യണം എന്നുള്ള സമീപനം ഈ പ്രോ DEI ആളുകൾ എടുത്തിരിക്കുകയാണ്. ഇത് വലിയ വിവാദങ്ങളിലേക്ക് പിന്നെയും കൊണ്ടുപോവുകയാണ്. ഒരു ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ ഡിവോട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ബിബ്ലിക്കൽ ആശയങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് നിൽക്കുന്നു. ഇത് വളരെ വ്യത്യസ്തതയുള്ള ഒരു തരത്തിലുള്ള പ്രോസിക്യൂഷനാണ്. ലോകത്തിൻ്റെ മറ്റേത് ഭാഗത്തും ക്രിസ്ത്യൻസ് പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മറ്റേതെങ്കിലും ഒരു മതചിന്തയിൽ നിന്നായിരിക്കാം, എതിർക്കുന്ന മതങ്ങളുടെ ആശയങ്ങളിൽ നിന്നായിരിക്കാം. പക്ഷെ ഇവിടെ വളരെ വ്യത്യസ്തമായ ക്രിസ്ത്യൻസ് ഈ പറഞ്ഞ LGBTQ അല്ലെങ്കിൽ വോക്ക് ആശയങ്ങളുള്ള ഈ പ്രോ DEI ആളുകളിൽ നിന്നുള്ള പ്രതിഷേധം, പീഡനം ക്രിസ്ത്യൻസ് നേരിടുകയാണ് എന്ന ഈ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. കൂടുതൽ ന്യൂസുകൾക്ക് വേണ്ടി നിങ്ങൾ ആസാദി ഗ്ലോബൽ ന്യൂസിൻ്റെ ഈ ചാനലിനെ ഫോളോ ചെയ്യുക. ദൈവം എല്ലാവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.